കുട്ടികളെ ഫോക്കസ്ഡ് ആകാനായിട്ട് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ പണി എന്താണെന്നറിയോ? ഇത് അധ്യാപകർ കൃത്യമായിട്ട്, നമ്മൾ ഈ പഠിപ്പിക്കുന്നവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ജെയിംസ് മറ്റം, വീണ്ടും ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡർ. കിൻഡർ ഗാർഡൻ മുതൽ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് നമ്മുടെ നാട്ടിൽ. 5 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയെ അടക്കിയിരുത്തുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറം സ്ട്രെസ് ആ കുട്ടിക്ക് വേറൊന്നുമില്ല. നേരെ മറിച്ച് ആ കുട്ടിയെ അടക്കിയിരുത്തുന്നതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ വഴിയിലൂടെ അവനെ ഈ റൈംസൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ റൈംസ് മാത്രമല്ല, അവനെ അതിലൂടെ പഠിപ്പിച്ച് അവനറിയാതെ, അതായത് ലേണിംഗ് വിത്തൗട്ട് നോയിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 99% കാര്യങ്ങളും നമ്മൾ അക്കാഡമിക് എഡ്യൂക്കേഷനിൽ നിന്നല്ല പഠിക്കുന്നത്. പഠിപ്പിക്കാനുള്ള ശ്രമം മാറ്റി നിർത്തിയിട്ട് മനസ്സിലാക്കിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയാൽ ഒരു പരിധിവരെ മാറില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ശരിയാണ്. അതിനകത്ത് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ അടങ്ങിയിരിക്കാത്ത കുട്ടി, അതൊരു ബിഹേവിയറൽ ഇഷ്യൂ കൂടെയാണ്. നമ്മൾ കുട്ടികളെ, അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, നമ്മളൊരു ക്ലാസ് റൂമിലിരിക്കുന്ന പല സൈസിലുള്ള പാത്രങ്ങളാണ്. എവറിത്തിങ് ഡിഫറെൻറ്റ് സൈസാണ്. അതുപോലെ ചിലതൊക്കെ ബ്രോക്കൺ പ്ലേറ്റും കൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താ ചെയ്യുക, നമ്മൾ എന്ത് സെർവ് ചെയ്യുന്നതിന് മുമ്പും പ്ലേറ്റ് ക്ലീൻ ആക്കി, ഇഫ് ഇറ്റ് ഇസ് ബ്രോക്കൺ ആണെങ്കിൽ നമ്മളതിനെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ വേണം സെർവ് ചെയ്യാനല്ലേ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ എന്താണെന്ന് അധ്യാപകർ തിരിച്ചറിയണമെങ്കിൽ ആദ്യം സൈക്കോളജിക്കലി യൂസ് ഓൾ ദ ടൂൾസ്, ലേൺ പ്രോപ്പർലി, അണ്ടർസ്റ്റാൻഡ് ദം വെരി വെൽ. നമ്മുടെ എല്ലാ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലൊക്കെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഏറ്റവും പ്രധാനം. കുട്ടികളെ മാത്രം എന്തിനാ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കണം, അവരെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ ഇൻബോണായിട്ടുള്ള, അത് ചില ന്യൂനതകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചില ഡിസീസുകൾ ഉണ്ടാകാം, പലതും പല രീതിയിലുണ്ട്. അപ്പം അതിനെ ആ രീതിയിൽ തന്നെ അധ്യാപകർ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ചേർത്ത് പിടിക്കാം. അവരെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ കഴിയും. ശരിക്കും നമ്മൾ ഒത്തിരി വികസിത രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ഇതുപോലുള്ള കുട്ടികളെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ്, അതായത് പ്ലേറ്റിൻ്റെ വലിപ്പം അറിഞ്ഞിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. പ്ലേറ്റ് എല്ലാം വലിപ്പമില്ലാത്തതും ചെറിയതൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും നമ്മളതിനൊരു ബ്രെയിൻ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ബ്രെയിൻസ് ഉണ്ടെന്നാണല്ലോ പറയുക. പണ്ടൊക്കെ എല്ലാം നമുക്ക് ഹെഡ് ബ്രെയിൻ മാത്രമായിരുന്നു. പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചത് ഹെഡ് ബ്രെയിൻ ഉണ്ട്, ഹാർട്ട് ആസ് എ ബ്രെയിൻ ഉണ്ട്, ഗട്ട് ആസ് എ ബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഭയങ്കര രസമാണത്. ഗഡ് ഏകദേശം 86 ബില്യൺ ന്യൂറോൺസ് ആണ്. അപ്പോൾ ഇതിനെ മാത്രം ബ്രെയിൻ എന്ന് പേര് ഉപയോഗിക്കാൻ കാര്യം ഈ 3 ഓർഗൻസ് ആണ് ന്യൂറോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒത്തിരി നമ്മുടെ എല്ലാ സെൻസുകളും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മെസ്സേജസ് ഈ ന്യൂറോൺസ് കൺവെർട്ട് ചെയ്തിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 86 ബില്യൺ ന്യൂറോൺസ് ഉള്ള ഒരു ബ്രെയിൻ വർക്കിംഗ് ആസ് എ പ്രോസസ് ഓൾസോ. ഇത് പ്രോസസ്സറും കൂടെയാണ്. ഇതിൽ നിന്ന് വേഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടൊരു നെർവ് പോകുന്നുണ്ട് നമ്മുടെ സ്പൈനൽ കോഡിനകത്തൂടെ. അത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് നെർവും കൂടെയാണ്. അത് ബ്രെയിനിൽ നിന്നും ഹാർട്ട്, ഗട്ട് എല്ലാം കൂടെ കണക്ട് ചെയ്ത് പോവുകയാണ്. നെക്കും എല്ലാം അത് കണക്റ്റഡാണ്. അപ്പോൾ ഈ ഹേർട്ടിന് ആകെപ്പാടെ 40,000 ന്യൂറോൺസാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഈ 40,000 ന്യൂറോൺസിന് സയൻറ്റിസ്റ്റുകൾ ഒരു പേരിട്ടിരിക്കുന്നത് തന്നെ സ്പെഷ്യൽ ന്യൂറോൺസ് എന്നാണ്. കാര്യം ഇവിടെയാണ് ഈ പറഞ്ഞ ഇമോഷൻസും ഫീലിങ്സും വികാര വിചാരങ്ങളെല്ലാം ഇവിടെയാണ്. പക്ഷേ ദിസ് ഹാസ് ടു ബി പ്രോസസ്ഡ് പ്രോപ്പർലി. അപ്പോൾ ഇത് വേഗസ് നെർവസിൽ പോയിട്ട് അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഹെഡിൽ അത് പ്രോസസ്സ് ചെയ്യും. ഇപ്പം ചിലത് നമ്മൾ പറയില്ലേ, അന്ധമായ പ്രണയം, അന്ധമായ സ്നേഹം, അതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത്. അവിടെ ഹൃദയം മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ, ഇത് പ്രോസസ്സ് നടക്കണില്ല. എന്തിനാ എന്നോട് GK പറയുക, നിന്നെ ഞാൻ ഒരിടത്ത് കൊണ്ടുപോകാം ഫോർ വാട്ട് എവർ ദ റീസൺ. സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രെയിൻ അത് ഇമോഷണലി ഐ നോ ഹിം, സോ മൈ ഹാർട്ട് ആസ് എ ബ്രെയിൻ മേ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ എൻ്റെ ബ്രെയിൻ ആസ് എ ബ്രെയിൻ മേ നോട്ട് ബി. കാര്യം എന്താ വെച്ചാൽ എന്തിന് അവിടെ ഒത്തിരി ചോദ്യങ്ങൾ വരും. അത് ഭയങ്കര ലോജിക്കലായി ബ്രെയിൻ. അവിടെയാണ് നമ്മുടെ ഈ അരിത്തമാറ്റിക്സും മാത്തമാറ്റിക്സും ഒക്കെ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രെയിൻ കൃത്യമായ രീതിയിൽ ഇതിനെ പ്രോസസ്സ് ചെയ്യും. ഇതിനേക്കാളും രസമാണ് ഈ ഗട്ട് ആസ് എ നമ്മുടെ ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുക. അവിടെ രസം എന്താ വെച്ചാൽ അവിടെയാണ് നമ്മുടെ ഗട്ട്സ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കില്ലേ, ധൈര്യം, സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് ഭയം വരുമ്പം ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടുന്ന് വരിക. അതൊരിക്കലും ബ്രെയിനിൽ നിന്ന് വന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവിടുന്ന് കയറി സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുക എന്നൊക്കെ നമ്മൾ പറയും. ആ ബ്രെയിൻ വിശപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല. അല്ല, അതിനകത്ത് ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം ഈ വിശപ്പിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓർഗൻസുമായിട്ട് അതിനൊരു ബന്ധമില്ല. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം
അതും ഞാൻ പറഞ്ഞ ഈ ഒരു ബ്രെയിൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഇതെങ്ങനെയാണ് കുട്ടികൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ അതൊക്കെ അനിവാര്യമാക്കണം. ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഒത്തിരി വലുതാണ്. അവരെ അവരായിട്ട് മനസ്സിലാക്കുകയും അവരായിട്ട് തന്നെ സ്നേഹിക്കുകയും അവരായിട്ട് തന്നെ അംഗീകരിക്കുകയും എന്നിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴേ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് അന്വർത്ഥമാകും. മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ ഒരു അഹങ്കാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മക്കളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്കാണ്. അതിനകത്തൊരു വലിയ തെറ്റുണ്ട്. മാതാപിതാക്കൾക്ക് എത്ര പേരെ കുട്ടിയുടെ ടാലൻസിനെ കുറിച്ച് അറിയാം എന്നൊന്നും നമുക്കറിയില്ല. അവരുടെ ഹാർട്ട് ആസ് എ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. ഇമോഷനെ കണക്റ്റാണിത്. അപ്പോൾ അവിടെ കുട്ടിയുടെ വികാരങ്ങളും കുട്ടിക്ക് അവിടെ സങ്കടം വരും, കുട്ടിക്ക് സന്തോഷം, ഇതൊക്കെ കൃത്യമായിട്ട് മാതാപിതാക്കളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മാതാപിതാക്കൾ എന്നല്ല ആരാണോ എപ്പോഴും കൂടെയുള്ളവർ. പക്ഷെ മറ്റത് വേറൊരു ഫാക്റ്റാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ജനിപ്പിക്കാനും സയൻറ്റിഫിക്കായിട്ട് ഈ ഗട്ടിൽ ഏകദേശം 100 മില്യൺ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യും. സെക്കൻഡ് ബ്രെയിൻ എന്നാ ഇതിനെ പറയും, ചെറിയ ആയിട്ടല്ല. ഹൃദയത്തിനപ്പുറമാണ്. ഹൃദയം ഉറപ്പായിട്ട് മൂന്നാമത്തെ ബ്രെയിൻ ഹൃദയം. പൊതുവെ ഹാർട്ടിനെ ആരും ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാറില്ല. അതൊരു കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയ. കാരണം പലപ്പോഴും ആദ്യമായിട്ടാണ് ഞാനും ഈ ഹാർട്ടിന് ബ്രെയിനിന്റെ ഒരു സ്ഥാനമുണ്ട്. ന്യൂറോൺസ് ഇറ്റ് ഈസ് ആസ് പെർ ദ ന്യൂ സ്റ്റഡീസ് ഇറ്റ് ഷോസ് ഒരു 40,000-ഓളം സ്പെഷ്യൽ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണിത്. അതിൻ്റെ അർത്ഥം കുടവയറുള്ളവരെല്ലാവരും ബുദ്ധിമാന്മാരാണെന്നല്ല. ഇതിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ഒരു കുട്ടി റിയാക്ട് ചെയ്യുകയാണോ റെസ്പോണ്ട് ചെയ്യുകയാണോ അതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി പോകാൻ പറ്റും. പലപ്പോഴും കുട്ടി പറഞ്ഞു അനുസരിച്ചില്ല, ഉടനെ തന്നെ ആ കുട്ടിയുടെ അനുസരണക്കേടായിട്ട് കാണാതെ ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ, കുട്ടി എന്നല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ അവരുടെ സാഹചര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ടാകും. നമ്മൾ ആ റീസൺ തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ അതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുക പലപ്പോഴും. അല്ല, ഈ റിയാക്ഷനും റെസ്പോൺസും തിരിച്ചറിയാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളല്ലേ? തിരിച്ചറിയാൻ വ്യക്തമായിട്ട് പറ്റായികയില്ല. പക്ഷേ ഇത് റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഇവൻ വർക്ക് ചെയ്യും, ലിറ്റിൽ മോർ ഇമോഷണലാണ്. ബ്രെയിൻ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ബ്രെയിൻ അല്ല റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ 40,000 ഹോർമോൺസിന്റെ ഒരു പ്രശ്നം, ന്യൂറോൺസിന്റെ പ്രശ്നമുണ്ട്. വയറും ഇൻവോൾവ് ആയിരിക്കും. അല്ല, അതിവിടെ ഗട്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും വരുന്നത് ഇതെല്ലാം ഫീലിങ്സിന്റെ ഭാഗം കൂടെ അല്ലേ, ധൈര്യം അതെല്ലാം വരുന്നത്. ഇത് ഭയങ്കര ലോജിക്കലായിട്ടല്ലേ ഇവിടെ കാൽക്കുലേഷൻ നടത്തുക. ഇത് ശരിക്കും വ്യക്തമായ രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്യാനും കൂടെ നമുക്ക് കഴിഞ്ഞാൽ, ആരാണത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർ മാത്രമല്ല മാതാപിതാക്കളും എല്ലാം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കൃത്യമായ രീതിയിലുള്ളൊരു ശിക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. ബ്രെയിനിൽ തന്നെ നമ്മൾ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ചെറിയ കുട്ടികൾ അവരുടെ ഏറ്റവും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജ് എന്ന് പറയുന്നത് ഈ അപ്പർ പ്രൈമറി തൊട്ട് ആരംഭിക്കുക. അവിടെയാണ് ഈ പറയുന്ന മെച്യൂരിറ്റി സംഭവിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികളും അവരുടെ ഹോർമോൺസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടികൾ റിയാക്റ്റീവ് ആകുന്ന ഒരു പക്ഷേ ആ ഒരു ഏജ് തൊട്ടായിരിക്കും. ചെറിയ പ്രായത്തിലൊക്കെ അതിനെ ഒരു റിയാക്ഷനായിട്ടൊന്നും കാണേണ്ട കാര്യം അവരത്രയ്ക്ക് എന്താ പറയുക ഇമോഷണലി ഹെവി ഹാർട്ടഡ് ഒന്നും അല്ലല്ലോ, ദേ ആർ ടോട്ടലി ലൈറ്റ് ഹാർട്ടഡ്. പക്ഷേ ആ ഒരു കാലഘട്ടം മുതൽ പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് അവർക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയുണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സങ്കടകരമായ അവസ്ഥ, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കരിയർ എന്തായിരിക്കണം, ജീവിതം എങ്ങനെ സെറ്റ് ചെയ്യണം, അപ്പോഴൊക്കെ ആലോചിച്ചാൽ മതി എന്നാണ് നമുക്ക് വീട്ടിൽ നിന്നും കിട്ടുന്ന ട്രെയിനിങ്. അപ്പോഴല്ല, ഇതൊക്കെ നമ്മൾ അമ്മയുടെയും അപ്പൻ്റെയും തണലിലായിരിക്കുക, മാതാപിതാക്കളുടെ ടീച്ചേഴ്സിൻ്റെ ശിക്ഷണത്തിലായിരിക്കുന്ന ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു എന്താ പറയുക വിഷൻ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ചോദിച്ച പോലെ LKG തലം മുതൽ ഒരു കുട്ടീനെ നമ്മൾ ഒരു നല്ല ക്യാരക്ടർ ഫോർമേഷൻ, വാല്യൂ ബിൽഡിങ്, ഇതിലൊക്കെ ഉള്ള പേരൻസിൻ്റെ കൺസേൺ ആണ്, അല്ലെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൺസേൺ ആണ് ഈ പറഞ്ഞ രീതിയിലേക്കൊക്കെ പോകുന്നത്. അതൊന്ന് കൃത്യമായ രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്തു പോകാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മൾ ഈ പറയുന്ന ഒരു അഡോളറൻസ് എന്ന് പറയുന്ന നമ്മുടെ ടീനിലേക്ക് വരുന്ന സമയം. ആ സമയത്ത് കുട്ടികൾ റിയാക്ട് ചെയ്യും, പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ജാതി ഇൻഫ്ലുവൻസും കുട്ടികൾക്കുണ്ടാകുന്ന, ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് അവരുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കൊക്കെ, നിങ്ങൾ വേണമെങ്കിൽ LKGയിലൊക്കെ പഠിക്കുമ്പോൾ കൊച്ചു ആദ്യമായിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടേ കുട്ടിയോട് അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് 2 2 4
അപ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞാൽ അത് 2 5 പോയാലുള്ള കുഴപ്പം ഇത്രേ ഉള്ളൂ. കുട്ടി കൃത്യമായിട്ട് അതേ ബിലീവ് ചെയ്തു. കുട്ടി അച്ഛനോട് പറയും, അച്ഛൻ അറിയില്ല എന്ന് പറയും. അതല്ല, എൻ്റെ ടീച്ചർ പറഞ്ഞു. അങ്ങനെ തന്നെ പറയും മാതാപിതാക്കളോട്. കാരണം അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചിങ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന മെച്യൂർഡ് ആകുന്ന പ്രായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഹോർമോൺസ് എന്താണെന്നും ഓരോ പ്രായത്തിലുണ്ടാകുന്ന ഏത് രീതിയിലാണ് ബോഡി റിയാക്ട് ചെയ്യുന്നത്, അവരുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നത്, ഈ ന്യൂറോ സിസ്റ്റം എങ്ങനെ റിയാക്ട് ചെയ്യും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായൊരു ധാരണയുള്ളത് നല്ലതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ബ്രെയിനിൻ്റെ ഭാഗം പറയുമ്പോൾ കുട്ടികളെ ഫോക്കസ്ഡ് ആകാനായിട്ട് ഈ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു ഭാഗം നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അധ്യാപകർ കൃത്യമായിട്ട് നമ്മൾ ഈ പഠിപ്പിക്കുന്നവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ അതിൻ്റെ പണി എന്താണെന്നറിയോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഫിൽട്ടറാണ്, ഗേറ്റ് വേ ടു ദ ബ്രെയിനാണ്. പുള്ളിയാണിത് ഫിൽട്ടർ ചെയ്യുക. നമുക്ക് എന്താണ് നമ്മൾ ഈ അവിടെയാണ് നമ്മൾ കരിയറൊക്കെ കൊണ്ടുപോയി പ്ലഗ് ചെയ്യേണ്ടത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ RAS കൃത്യമായ രീതിയിൽ ട്രെയിൻഡ് ആണെങ്കിൽ, അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരു ചുവന്ന സ്വിഫ്റ്റ് കാർ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ റോഡിൽ മുഴുവൻ ചുവന്ന സ്വിഫ്റ്റ് ആയിരിക്കും. കറുത്ത ഷർട്ട് മേടിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ കറുത്ത ഷർട്ട് ഇട്ട് ഒത്തിരി പേരെ നിങ്ങൾ കാണുമെന്നൊക്കെ പറയില്ലേ? ന്യൂറോ ലിംഗ്വിസ്റ്റിക്. അത് ഇതെന്താ ന്യൂറോ ലിംഗ്വിസ്റ്റിക്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഇതൊക്കെ ഭയങ്കര വേറെ കടലാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ RAS എന്ന് പറയുന്ന ആക്ടിവേഷൻ സിസ്റ്റം ആണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമ്മുടെ കരിയർ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു എന്താ പറയുക, പൊളിറ്റീഷ്യൻ ആകണം, മിനിസ്റ്റർ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ കളക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകണം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുകയും ഈ പറയുന്ന RAS ഫിൽട്ടർ ചെയ്ത് ഫീഡ് ചെയ്യുകയും ചെയ്താൽ പിന്നെ കാണുന്നതെല്ലാം ഈ പറഞ്ഞ സാധനങ്ങളായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രിനെയും അവരുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ നമ്മൾ അറിയാതെ വി വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ്. വെൻ യു ഫോൾ ഇൻ ലവ് ഇൻ ദാറ്റ്, ഓട്ടോമാറ്റിക്കലി യുവർ എൻറ്റയർ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന അടുത്ത മെക്കാനിസം വർക്ക് ചെയ്ത് തുടങ്ങും. അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പം അവിടെ അങ്ങനെയാണ് നമ്മൾ കരിയറിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഭയങ്കര രസമായിരിക്കും, പിന്നെ പഠിക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഈ RAS സിസ്റ്റം പ്രോപ്പർ ആയാൽ നമ്മൾ പ്രോപ്പറായി ആഗ്രഹിക്കാൻ പഠിക്കും എന്ന് പറയാല്ലേ? അത് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആകണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതെല്ലാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതെ. നമ്മുടെ ഈ ബ്രെയിനിൻ്റെ സ്വാഭാവികമായിട്ട് ഇത് കപ്പാസിറ്റി, ഇതൊരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയല്ലേ വർക്ക് ചെയ്യുക. നമ്മളൊരു 11 മില്യണോ മറ്റാണെന്ന് തോന്നുന്നു ബ്രെയിനിൻ്റെ 11 മില്യൺ ബൈറ്റ്സ്, അതാണ് ബ്രെയിൻ സ്പീഡ് പറയുക. സോ ഒരു കമ്പ്യൂട്ടറിനൊന്നും സാധാരണ കമ്പ്യൂട്ടറിനൊന്നും പറ്റാത്തൊരു കാര്യം. അതിൽ നിന്ന് 40-50 ബൈറ്റ്സ് ഇസ് ഓൺലി കമ്മിങ് റിയാലിറ്റി ഇൻ ദ കോൺഷ്യസ് മൈൻഡ്. അത്രയ്ക്ക് വലിയ ഫിൽട്ടറിങ് ആയി ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ RAS നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഐ ബിലീവ് ഞാൻ ഈ കരിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സയൻറ്റിഫിക് നോളജ് അബൌട്ട് സൈക്കോളജിക്കൽ സൈഡ് വിൽ ഹെൽപ്പ് അസ് നല്ല രീതിയിൽ ഒരു കുട്ടീനെ മോൾഡ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധ്യമാവും. ജെയിംസ് സാറേ, നമുക്ക് ഈ കുട്ടികളിൽ RAS റീസെറ്റ് ചെയ്യാൻ പറ്റില്ലേ? റീസെറ്റിംഗ് അല്ല, അതൊരു മോൾഡിംഗ് ആണ്. അവരെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും പഠനത്തിൽ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, അത് നേരത്തെ ഗോവിന്ദൻകുട്ടി ചോദിച്ച പോലെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പല ഫോർമേഷനും നടക്കുന്നുണ്ട്. ഇതൊരു ഫോർമേഷൻ്റെ ഭാഗമാണ്. അവിടെ നമുക്ക് എപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് ഈ സദ്ഗുരുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്ക് യൂസേഴ്സ് മാനുവൽ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മനുഷ്യന്മാരാണ്. അത് മക്കളാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ ലൈഫ് പാർട്ട്ണറാകട്ടെ, പലരും ഈ പറഞ്ഞ പോലെ പല പല മേഖലകളിൽ നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. നമ്മൾ തുടക്കത്തിൽ തൊട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രോസസ്സിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഈ റോൾ മോഡൽസ് ഉണ്ടാകണം ജീവിതത്തിൽ, ഗോൾ സെറ്റിങ്ങിൻ്റെ ഭാഗം പറയുമ്പോഴേ. അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫികളൊക്കെ വായിച്ച് പഠിക്കണം, ഓരോരുത്തർ എങ്ങനെ ആ നിലയിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ബ്രെയിനിൻ്റെ ആക്ടിവേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ വിഷ്വൽ ഇമ്പാക്റ്റിന് ഈ പറയുന്ന റോൾ മോഡൽസ് ആകട്ടെ, അല്ലെങ്കിൽ അവർ ഓട്ടോബയോഗ്രഫികളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഗോൾ എന്താണോ ആ ഗോളുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ ആ ഇമേജസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പലപ്പോഴും പല മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
ഇത് സ്കൂളാകട്ടെ പ്രൊഫഷണൽ കോളേജസ് ആകട്ടെ, അവരൊക്കെ ഈ മൈൻഡ് സെറ്റ് ലാബ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറുകൾ, കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ മൈൻഡ് സെറ്റ് ലാബുകളുണ്ട്. അവിടെ പ്രധാനമായിട്ടും ഒത്തിരി സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി, ഒത്തിരി അസസ്മെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് അവരെന്താണെന്ന്, അത് വിദ്യാർത്ഥി മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ആകാം, ഒരു കോർപ്പറേറ്റ് ആകാം, ഒരു ഫാമിലി മാൻ ആകാം, വാട്ടെവർ, അവിടെ അവരെന്താണെന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുക. അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് പലപ്പോഴും നമുക്കറിയാൻ മേലാത്ത നമ്മുടെ ഇഷ്ടങ്ങളല്ല, പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഇഷ്ടങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. വീട്ടിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അവർക്കറിയാം. അമ്മമാർക്ക് പലപ്പോഴും അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. വെരി മച്ച് ഇൻവോൾവ് ഇൻ ദർ റെസ്പോൺസിബിലിറ്റി. അപ്പം അങ്ങനെ ഒരു നമ്മളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ ഉള്ളൊരു യാത്രയുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹാർട്ട് ആസ് എ ബ്രെയിൻ ക്രിയേറ്റ് ഡിറ്റർമിനേഷൻ, നമ്മുടെ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഡിസയർ, അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞ പോലെ ബേണിംഗ് ഡിസയർ, ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും അവിടെ നിന്നാണ്. ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ പറയുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ട്രെസ്സൊക്കെ കുറേ കൂടെ റിലീസ്ഡ് ആകും. കുറേ കൂടെ ആസ്വദിച്ച് പഠനം എന്താ പറയുക ഒത്തിരി ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്നും ജോലിയല്ല, നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതമാകട്ടെ, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല, ഒന്നും നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒന്നിലേക്കും പോയി വീഴുന്നില്ല. അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരുടെയും കരിക്കുലത്തിൽ ഇപ്പോൾ ഇതൊക്കെ ആഡഡ് ആകുന്നുണ്ട്. അതൊക്കെ എപ്പോഴും സമൂഹത്തിനൊരു വലിയ എന്താ പറയുക മികച്ച ദിശാബോധം നൽകും, ഒരു വലിയ മാറ്റം നൽകും. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഈ യൂസേഴ്സ് മാനുവൽ ഇല്ലാതെ കല്യാണം കഴിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു വലിയ റിസ്ക് ആണല്ലേ? ഇതേ പണ്ടൊക്കെ നമ്മൾ ഒരു വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ലേ. അപ്പം അന്ന് നമ്മളുടെ പ്രായത്തിൽ മൂത്ത നമ്മുടെ കുടുംബത്തെ കാരണവന്മാരൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് നമ്മുടെ സാംസ്കാരിക സാമ്പത്തിക പശ്ചാത്തലങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു പരിധിവരെ അത് മാച്ചാകുമോ എന്ന് അവർ നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ ജാതകം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എത്രമാത്രം സയൻറ്റിഫിക് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഒരു വ്യക്തി എത്രമാത്രം നമുക്ക് മാച്ചാകും എന്ന് കണ്ടെത്താൻ പറ്റും. അതിനിപ്പോൾ നമുക്ക് മാച്ചാകുന്നത് മാച്ചിങ് പ്രോസസ്സ് അല്ല, എന്താണ് നിങ്ങളെന്ന് മനസ്സിലായാൽ എനിക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ വർക്ക് വിത്ത് മീ എന്നൊരു ഫീൽ എനിക്ക് കിട്ടില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല കോർപ്പറേറ്റ്സും ഇതുപോലുള്ള പല സയൻറ്റിഫിക് മെത്തഡോളജികളും സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നിടത്ത് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ചും അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലാതെ അവരെ പല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെയും നിങ്ങൾ നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിലാകട്ടെ ഗവൺമെൻറ് സെക്ടറിൽ ഈ ഫൈനൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് അതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുക, അതപ്പം അതാണല്ലോ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. നമ്മളൊരു ആളുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് അയാൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് അഡ്ജസ്റ്റിംഗ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രോസസ്സാണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോങ് ടൈം പ്രോസസ്സ് എന്ന് പറയുക. അക്സെപ്റ്റൻസിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ കംപ്ലയൻസ് ബിക്കോസ് ഐ ഓൺലി അക്സെപ്റ്റഡ് ഇറ്റ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, ഇറ്റ്സ് എ സർട്ടൺ പീരീഡ്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഈ ചോദ്യത്തിലുള്ളതൊക്കെ പെർമനൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഈ അക്സെപ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ആളെ തിരിച്ചറിയുക, നമ്മളുമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റുകൾ ഒക്കെ ഒരു പരിധിവരെ ഒരുമിച്ച് ഒരേപോലുള്ളതാണെങ്കിൽ കുറേ കൂടെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ മൈൻഡ് ലാബ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ലബോറട്ടറി പോലെ നമ്മുടെ മൈൻഡ് കൊണ്ട് ഇത് ഇല്ല ഇത് മൈൻഡ് ലാബ് എന്നല്ല. കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് സ്റ്റുഡിയോസ് എന്നുള്ളതാണ്. ശരി. ഈ മൈൻഡ് സെറ്റ് സ്റ്റുഡിയോയിൽ ആദ്യം ഒരു അസസ്മെൻറ്റ് പ്രോസസ്സിലൂടെ, പിന്നെ ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷ്വലി എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പാർട്ട് ഫ്രം ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ജീവിതത്തിൽ പുസ്തകത്താളുകൾക്കപ്പുറം ജീവിതം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് വളരെ സയൻറ്റിഫിക്കാണ്. അതിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക,
ഭയങ്കര അത്ഭുതം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കലല്ല, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണ്. അവർക്ക് അവരുടെ മെൻ്റലി ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്തു. അല്ലാതെ കുറേ ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പരിധി വരെ അവരാ വശത്തേക്ക് പോലും നോക്കത്തില്ല. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ തിരിച്ചറിയുകയും മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞ് നമ്മളുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നു. അതിനകത്ത് അധ്യാപകരും മാതാപിതാക്കളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ മക്കൾ എന്താണ് ആക്ച്വലി, അവരുടെ കഴിവുകൾ എന്താണ്, അത് അധ്യാപകരൊക്കെ തിരിച്ചറിയണ്ടേ. എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ എന്ത് രസമായിരിക്കും. അപ്പം ഐ ഫീൽ ദാറ്റ് ഈസ് ആൻസർ.